ആ ചുവന്നതുപോലെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടി കിട്ടി. വന്നപ്പോഴേ ടർഫ് കിട്ടിയല്ലോ. എന്ത് കൊറേ നാളായല്ലോ. അത് കണ്ട അത് കണ്ട ആ ബിൽഡിംഗ് ഞാൻ അവസാനം തറയോണ്ട് ചെത്തത്. അല്ലല്ല റാഞ്ചോ റാഞ്ചോ വന്നതിന്റെ ആ ഒരു ഐശ്വര്യം കണ്ട. വന്നപ്പോ തന്നെ നമ്മൾ ഇത്രയും നാളെ നോക്കിട്ട് കിട്ടാത്തത് വെറുതെ വെളിയിൽ നിന്ന് മേടിച്ചൊന്നില്ലേ. അങ്ങനെയല്ലേ ഏത് ഏതാ മാറിട്ടില്ല. അമ്പത്തൂരിനാരായിട്ട് ഒരു വാസണ്ണ ഒന്ന് മൂളിരുന്നെങ്കിൽ ഒരു സാധനം എടുത്തിടായിരുന്നു. സാധനം എടുത്തിട്ടായിരുന്നു. അതല്ല അതല്ല വെൽക്കം ബാക്ക് ടു ടിവി വാച്ച് ഗോഗു. ഇനി വാറ്റിട് വാറ്റിട്. പണിയുണ്ട് ബെറ്റിക്കോട്ട് ഫ്രണ്ട് കിട്ടി. അയ്യോ ഇതെങ്ങനെ ബെറ്റിക്കോട്ടല്ലേ ഇത്, വേറെ രണ്ടെണ്ണമാണ്. ഫ്രണ്ടില് ഇങ്ങനെ നോക്കിയാ മതി. ഇന്നലെ ചന്ദ്രന്റെ വീട്ടിലൊന്ന് കിടന്നുറങ്ങിയതേ. എന്താ കേസ് ജെട്ടിയോ? മാറ്റി നമുക്ക് ഇവിടെ തൊട്ട് പരിചയപ്പെടാം. ടാക്സി ഇവിടുന്ന് ടാക്സി ഓടിക്കെടുക്കുന്നവന്മാർ അതൊന്നും പറയണ്ട. ഇവിടോട്ട് വരുന്നൊന്നും ചോദിക്കൊന്നും വേണ്ട. ആരുടെ സ്ലോട്ടിലാ എടാ ഗോകുനൊക്കെ? എടാ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഫുള്ള് പൊക്കോണ്ടിരിക്കുകയാണെങ്കിലും ഗോകു തിരിച്ചു വന്ന് ഒരു സ്ലോട്ട് ചോദിച്ചാൽ ഞാൻ മാറിയിട്ടാണല്ലോ അവനെ ഇവിടെ കളിപ്പിക്കും. മനസ്സിലായ? കാരണം ഞാനിവിടെ എത്താനാണ് ഞാൻ എന്നും എല്ലാ ഡൗൺസിലും അപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ മാത്രം കൊണ്ട്, കാരണം അവനാണ് എനിക്ക് ഒരു യൂട്യൂബർ എന്നുള്ളൊരു ഐഡന്റിറ്റി എനിക്ക് തന്നത് പോലും. മനസ്സിലായ? അവന് തിരിച്ച് കളിക്കാനൊരു ചാൻസ്, അവൻ എൻ്റെ അടുത്ത് ഇതുപോലെ കളിക്കാനൊരു അവസരം, അവന് ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അത് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഉറപ്പായിട്ടും അവനെ ആ സമയത്ത് നമുക്ക് മാറ്റി നിർത്താൻ എനിക്ക് പറ്റൂല. ഞാൻ പറയാം, അവനിവിടെ ആക്റ്റീവ് ആവുന്ന സമയത്ത് അതെന്തായാലും എനിക്ക് പറ്റൂല. അവൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മാറി സ്ലോട്ട് ഇടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സ്ലോട്ട് മാറ്റി ഇടുന്ന രീതിയിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാരെ മാറ്റി കളിപ്പിക്കും. അത്രേ ഉള്ളൂ. ഞാൻ വേറൊരു റിക്രൂട്ട്മെന്റ് എന്തായാലും പുറത്തുനിന്ന് ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷെ അവന് ഇവിടെ കളിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ. ജോക്കി കറന്റ് നല്ല രീതിയിൽ ആ ഒരു RP ചെയ്ത് കൊണ്ടുവയ്ക്കുക. ജോക്കി എന്നോട് ഇപ്പൊ ഗ്യാങ് സ്ലോട്ട് കളിക്കണമെന്ന് പറയുവാണെങ്കിൽ ജോക്കിയും ഗ്യാങ് സ്ലോട്ടിലിടും. മനസ്സിലായ? അത് വേറൊരു ഗോകുവിന്റെ കേസിൽ അത് കംപ്ലീറ്റ്ലി എനിക്ക് അത് എന്താ പറയാ, എന്റെ ഗ്യാങ് സ്ലോട്ട് അല്ലെങ്കിൽ എന്റെ ഗ്യാങ് പ്രയോറിറ്റി എന്നൊക്കെ പറയണത് ഭയങ്കര, എനിക്കത് ഒരിക്കലും ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. മീൻസ് ഞാൻ ഒറ്റ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പോയി പറഞ്ഞിട്ടുള്ളൂ, എടാ എന്റെ വീഡിയോ ഒന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് സപ്പോർട്ട് ചെയ്ത് തരുമോ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ തുടക്കത്തിൽ ഞാൻ അത് ഒരാളോടെ ഉള്ളൂ. അത് ഞാൻ ഗോകുവിനോടാ. അവൻ അന്നോട്ട് ഗോകുവിന്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം. എന്നെ ഇവിടുത്തെ കുറെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് പോലും ഗോകുവിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിന്നും അവന്റെ ലൈവിൽ നിന്നോ. MRCയുടെ തുടക്കത്തിലുള്ള ലൈവ് കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്നെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവനാ. അല്ലല്ല, ഞാൻ ഇങ്ങനെ വെറുതെ പഴയ MRC കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്റെ ഗോകുവിന്റെ. പക്ഷെ വാസവനെ വലിയ ചതിയായി പോയി കേട്ടോ. എന്താ MRCയുടെ പുതിയ ലീഡർ വരുമെന്ന് പറഞ്ഞ് അവര് കാത്തിരുന്നിട്ട് അത് ഇവനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടാ. ഗോകു ആണെന്നൊക്കെ ആയിരുന്നു 2 ദിവസം ഫുൾ ഡിസ്കഷൻ. വെൽക്കം MRC മാറ്റി നോക്കുന്നില്ല. അത് വേണമായിരുന്നു. എടാ വാ, നമുക്ക് എല്ലാരും ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഇതാരാ കളർ ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത്? സ്റ്റീവാ? എടാ ഡ്രസ് മാറിട്ട് വേടാ. മണി ട്രിപ്പ് ഞാനും അങ്ങനെയാ കണ്ടത്. അതറിയാം ഗൈസ്, ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ തുടക്കത്തെ ലൈവ് കണ്ടവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. എന്റെ തുടക്കം തൊട്ടുള്ള ലൈവുകൾ കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. കാരണം നിങ്ങളിപ്പം വേറെ ചാറ്റുകളിൽ പോയിട്ട് വാസവണ ലൈവ് വരുമോ ചോദിക്കൂലേ, അതുപോലെ എന്റെ ചാറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്പാം ആയിരുന്നു, ഗോകു വരുമോ.
അതിനു വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ എൻ്റെ ലൈവ് കാണാൻ വന്നു തുടങ്ങിയത്. എൻ്റെ പബ്ജി ലൈവ് തുടക്കത്തിൽ ആൾക്കാർ കൂടുതൽ കാണാൻ വന്നത് ഗോഗു ഇന്ന് ലൈവ് വരുമോ, ഗോഗു ഇവനാണ് ഒരു മടിയം പുണ്ട. ഞാൻ മറ്റേ ഡെയിലി എക്സ്ക്യൂസ് പറയും, ഗോഗു ബ്രോ ഇന്ന് അവൈലബിൾ അല്ല, ഗോഗു ബ്രോ തിരക്കില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ചാറ്റ്, മനസ്സിലായ? അയ്യോ സത്യം. എന്റെ കോച്ച്, നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ ഇട്ട് ട്രിഗർ ചെയ്യല്ലേ. അവനാണ് തള്ളക്കിളി മൊത്തം കിട്ടുന്നത്. വെൽക്കം ഓണർന്നാ. കൊച്ചുപിള്ളേര് പ്രശ്നമായി തുടങ്ങിയത്. ഇപ്പൊ വരില്ല. ജയ് സുൽത്താൻ. എടാ എല്ലാരും എത്തിയില്ല, എല്ലാരും വാടാ, എല്ലാരും വാ. നിനക്ക് മാക്സിമം തള്ളക്കിളി വാറ്റങ്ങ് വന്നേ. വാറ്റേ, നീ എന്നെ വാസു എന്ന് വിളിച്ചാ മതി. വാസേ, മറ്റേ ഒന്നുകൂടെ മറ്റേ വെൽക്കം അത് ഒന്നുകൂടെ പറയാമോ? പിള്ളേരെ മുമ്പിൽ എല്ലാരും വന്നേ. ഗോന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അല്ല, മണി ട്രിപ്പിന്റെ ഫ്രണ്ടിലോട്ടിക്കാം. എല്ലാരും ഇങ്ങോട്ട് നോക്കി. പ്രായം കൂടുതലല്ലേ ഇത്? സോ ബോയ്സ്, നിങ്ങള് കുറെ പുതിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഈ സിറ്റിയിൽ ഞാൻ വരുന്നതിന് മുമ്പും ഒരുപാട് നാൾക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. സോ ഞങ്ങൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇവനെ എന്തോ മാല പിടിച്ചു പറിക്കണ കേസിലും എന്നെ ഒരു കൊലക്കേസിലും ഞാൻ അകത്ത് പോയ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നേക്കാൾ മുമ്പേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുന്നു. പക്ഷെ എന്നാലും ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഞങ്ങള് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ ടിവിക്ക് വേണ്ടി ഒരുപാട് ടർഫുകളും വാറുകൾക്കും ഒക്കെ നീ സെൽഫ് ബിൽഡപ്പ് കളയണം. ഒരുപാട് വാറും ഒരുപാട് ടർഫിനൊക്കെ വേണ്ടി ചോര നീരാക്കിയ ഒരു പോരാളി കൂടിയാണ്. വെൽക്കമിങ് ബാക്ക് വാറ്റ് ഗോഗു ടു ടിവിഎ. വാറ്റ് ഗോഗു, വെൽക്കം ടു ടിവിഎ. താങ്ക് യു. അപ്പൊ ഇനി കുറച്ച് ചിട്ടകളൊക്കെ വേണം കേട്ടോ. ഇനി കളി ചിരിയൊന്നും പറ്റത്തില്ല, കുറച്ച് ചിട്ടകളൊക്കെ വേണം കേട്ടോ. ടർഫ് കളിക്കുമ്പോ അറ്റത്തൊന്നും പോയി നിൽക്കൽ, ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് റോൾ കേട്ടല്ലോ. ഇതിങ്ങോട്ട് കേട്ടാ മതി. ഗണ്ണെടുത്ത ആമ എടുക്കാൻ മറക്കരുത് കേട്ടല്ലോ. നീ മൂന്നാമത്തെ റൂൾ, എന്നെ ആരും ഊക്കരുത്. ഇതാണ് എന്റെ ആ ഉള്ള 3 റൂൾ കേട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ടിവിഎ. ഞാൻ കമ്മിങ് ടു വെൽക്കം. പരിചയപ്പെടണ്ടേ കൊറേ കളവന്മാരെ കേറി പറഞ്ഞ വാസു. ഈ ഒരു ഉപകാരം ഇല്ലാത്തവന്മാരെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യമായിട്ടായിരിക്കും ഒരു റിക്രൂട്ട്മെന്റിന് വന്നൊരു അധിക പ്രസംഗം ടിവിയിൽ വരുന്നത് അല്ലേ? അതല്ല, പണ്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്ന പോലെ ഒരു കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മനുഷ്യന്റെ എന്തൊക്കെയോ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. റെഡിയാണ്, നീ റെഡിയാണെങ്കിൽ. ഇല്ല എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നില്ല.
എന്തായാലും സഹായിക്കാം വാസു ഈ ആ. ഈ മുടിയൊക്കെ നിറച്ച് കാലും മുട്ടിക്കുന്നവരൊക്കെ എന്തിനാ എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, നീ എന്റെ പഴയതുപോലെ മാസ്റ്റർ വിളിച്ചോ. ആ, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ആ, അത്. എനിക്കറിഞ്ഞൂടെ മറ്റേ സ്റ്റീവിനെ പിന്നെ അറിയാലോ, ഇതാണ് സ്റ്റീവ് ഉള്ളപ്പോഴേ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അതെ 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 ഇത് പുതിയൊരു പയ്യനാണ് LX2. ലെക്സ് എന്ന് വിളിക്കും. ആ ലെക്സ് 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 എന്തിനു പറയടാ? കണ്ടത് പക്ഷേ സ്റ്റീവാണ് എന്റെ അച്ഛൻ, ഞാൻ സ്റ്റീവിന്റെ മോൻ, എല്ലാം പറ. ഞാൻ സ്റ്റീവിന്റെ ശിഷ്യനാണ്. വെൽക്കം 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 അടുത്തത് ഇതാണ് ഡീമൻ. ഇതറിയാം പണ്ട് നിങ്ങൾ അട്ടപ്പാടിയിൽ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. നീ ഡീമൻ ആണെങ്കിൽ ഞാൻ മോൺസ്റ്റർ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേട്ടായിരുന്നു കേട്ടോ, ഒരു കവർ തുപ്പല് കെട്ടി വെച്ചിട്ടുണ്ടേ അവിടെ. കേട്ടോളെ 10,000 പേര് കേട്ടില്ല, 1000 പേര് കേട്ടു. ഇത് സാവേജ്. ഹായ് ഹായ് രാണ, പൊളി. സൂപ്പർ 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 ഇത് ഗോകു, നീ ജോയിൻ ചെയ്തതിന് ഒരാഴ്ച മുമ്പ് ജോയിൻ ചെയ്ത പയ്യനാണ്. അതല്ല, വാറ്റ് ഗോകു എന്നാണ് വിളിച്ചത്, വാറ്റ് ഗോകു. ഇത് നീൽ. ആ ഹായ് ഹായ്. അറിയാം, കേട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഡെസ്ട്രോ. വയലിന്റെ ചെട്ടിയാ അവന് തമിഴ് അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. തമ്പി സോറി. ഓക്കെ വെൽക്കം വെൽക്കം. ഇത് പുതിയതാണ്. നീ വന്നതിന് ശേഷമുള്ള പുതിയൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏബൽ. അറിയാം ഏബലിനെ, പിന്നെ നമ്മളെ ചെറുക്കൻ. അതെ, ഇത് അടുത്ത ആള്. വെല്ലുവിനെ പിന്നെ അറിയാലോ, വെല്ലു നീ ഉള്ളപ്പോ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ അറിയണ്ട. ഇത് വാറ്റ് ഗോകു, ദിസ് ഈസ് മെസ്ബോയ് ഗോകു. ഇത് മാത്രം എനിക്കൊന്ന് പറഞ്ഞു. അതെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് പേര് മാറ്റാനാ? അത് അതിന്റെ എന്തെങ്കിലും എങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് ഡേ തന്നെ അത് വിഷമോ, 2 ദിവസം കഴിയും. അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല, കിടക്കട്ടെ. അതാകുമ്പോ എനിക്കും കേറി കളിക്കാനിടയ്ക്ക് ഇതാണ് അടുത്ത ബോബി. ബോബിന്ന് ബോബോയ്ക്കുണ്ടായിരുന്നു. അല്ലല്ല, ഇത് ഇതറിയാലോ, അമ്പത്തൂർ സിംഗ്. ഇവിടുന്ന് മാറിയില്ല. ഇതാരാ പുതിയ മുടി വെച്ച് വന്നിരിക്കണേ? അറിയത്തില്ലേ? ഇതല്ല നിന്റെ പുച്ചിരി, നിന്റെ മുടി മാറ്റിയത്. അല്ല വള്ളി പിടിക്കാൻ വേണ്ടി മാറ്റേ. വള്ളി പിടിക്കാം. ഇവൻ ആക്ച്വലി മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ വേറൊരു മലയാളം നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പ്. ഇതിനെക്കാട്ടും എനിക്ക് തമിഴ് അറിയാല്ലേ. അതാണ് പറഞ്ഞത്. ഇത് പുച്ചിറി. എടാ പുച്ചിറി, ഒരു വെൽക്കം കൊടുത്തേ വാറ്റിന്. വെൽക്കം ബാക്ക് പാറ്റണ്ണ. ഇവന് മറ്റേ ബേക്ക് എന്നാണ് പറയുന്നത്. അതല്ലേ? ഇത് പിന്നെ ഇത് നമ്മള് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ജപ്പാൻ ഇമ്പോർട്ട്. അറിയാം. എന്തെങ്കിലും ഉപയോഗം വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഈ ഇടയ്ക്ക് അടുത്ത ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നീ കിണ്ടി ഉള്ളപ്പോ ഉണ്ടോ? ഞാൻ ഉള്ളപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, കിണ്ടി ഉള്ളപ്പോ ഇല്ല. കിണ്ടി ഉള്ളപ്പോ ഇല്ല. ഇത് മാഡി കിണ്ടി. കിണ്ടി. ഓക്കെ, ഒരു വലിയ കിണ്ടി ഉള്ളത് ചന്ദ്രന്റെ മാത്രമായിരുന്നു. അല്ല, ഇതിപ്പോ ഞാൻ കിണ്ടി. ബോയ്സ്, പുള്ളി എന്ത് തമാശ പറഞ്ഞാലും ചിരിച്ചു കൊടുക്കണം കേട്ടാ. അവർ റെഡിയില്ലേ? ഇത് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാ ഇവനെ. LX2. ഇത് ജുഗ്രു. നീയല്ലേ മറ്റേ അറബിയുടെ വേഷം കെട്ടിക്കൊണ്ടിരുന്നത്? അറബിയാ? അല്ലേ? അയ്യോ, ആള് സോറി. അത് ഷെയ്ക്ക്. ആര്? നിന്നെ കാണാറില്ലതോടെ മറന്നു കേട്ടാ.
ഇത് സെക്കൻഡ് ആ ചെക്ക സെക്കൻഡ് അല്ല സെക്കൻഡ് ഇതടി കേക്ക് ചെക്ക കണ്ടൊരു സന്തോഷം. വെൽക്കം ബാക്ക്. വാസു വാസു ഒന്ന്. എനിക്കിതിന് വാസു മാത്രം അറിയാം. ഇപ്പോഴും ബാക്കിയെല്ലാം മറന്നു. വയസ്സ് കൂടിയേ. എന്താ നിനക്ക് അപ്പാപ്പനെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാവണ്ട. പിന്നെ പിന്നെ മറ്റേ വേറൊരു കാര്യം ഉണ്ടായിരുന്നേ, ലീഡറിനും കോ ലീഡറിനും മാത്രമേ ഈ ഇതിടാനുള്ള പെർമിഷൻ ഉള്ളൂ. ഈ ഫുൾ കൈയെ അല്ല ഇപ്പൊ ഇട്ടോ കുഴപ്പമില്ല, പിന്നെ മാറ്റിയാ മതി. ആരാ ഇങ്ങനല്ലേ എന്തേ പാപ്പാ ഒന്ന് കാണാനല്ലേ? അല്ല വാസോടെ എനിക്കൊരു ആഗ്രഹമുണ്ട് വാസു. നമുക്ക് പണ്ടത്തെ വാച്ചുകൾക്ക് ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം തിരിച്ചു വരാതെ ആ ശബ്ദം തിരിച്ചു വരാതെ മാറ്റി നോക്കുവാ. അതില്ല അതില്ല അത് ശരിയാ, ആ പഴയ ശബ്ദം വരണം. അച്ഛൻ ദൈവം പോക്കും അതായത് അച്ഛൻ അല്ല അത് പറഞ്ഞ കാര്യമില്ല, അച്ഛന്റെ ശബ്ദം എന്തൊരു പാപ്പാ മുടിഞ്ഞിരിക്കാണ് തലയെടുത്ത് വെച്ച്. ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ, ഇങ്ങനെ. അതെ അതെ ഇതാരാ ഇതാരാ നിർത്താണ്ട് പോവാൻ നോക്കുന്നു. അന്തസ്സുണ്ടോ അവന്? നീ ഇങ്ങനെ അക്രമാസക്തല്ലടാ. കത്തിച്ചൂട്. ഇല്ലല്ല വേണം. ഗോകുവേ 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 ദാ ഈ ചുവന്നുടുപ്പ് സ്നൈപ്പ്. നല്ലോണം അറിയാം. ഇന്നലെ ഒരു എഡിറ്റ്സ് ഉണ്ടായിരുന്നു. അവനെ കത്തിക്കൊന്നും ചെയ്യല്ലോ, എന്ത് ചെയ്യാൻ? അവന് ലോഡാകത്തെ ഹലോ 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 ഡ്രോപ്പ് ചെയ്ത എടാ അത് ലോഡാവാത്ത അവർക്കൊക്കെ ലോഡാവാത്ത ഇവിടെ ചില്ല ഗണ്ണം എടുത്ത് വെടിവെക്കല്ലേ. EMS പോണു ബ്രോ. ഹലോ EMS ഇവിടെ 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 ഇത് എന്താ EMS? ഹലോ EMS അല്ല സിറ്റുവേഷൻ ഒന്നല്ല ഇതാടാ സ്നൈപ്പാടാ EMS. കറക്റ്റ് സ്നൈപ്പ്. നീ പണിയുണ്ടോ? നീ ആറാ നീ EMS പ്ലംബർ എല്ലാം ഉണ്ടാവല്ലേ? മാറിക്കാൻ ഹലോ ബ്രോ ഓക്കെ ആണോ? ഇല്ലല്ല കയ്യൊന്നും പൊക്കട്ടെ താത്ര കയ്യൊന്നും പൊക്കട്ടെ. ഓക്കെ അല്ലേ? ശബ്ദം കേൾക്കുന്നില്ല. എന്തോ ക്ഷമിക്കണേ, ബ്രേക്ക് കിട്ടിയില്ല. ആണല്ലേ? കുഴപ്പമില്ല ക്ഷമിക്കല വെടി വെച്ചത് മനഃപൂർവ്വമല്ല, അറിയാണ്ടാണ്. ഇല്ല ബ്രോ പോയിട്ടോ. നന്ദിയുണ്ടേ. എന്റെ വണ്ടി ചിലര് കൺസൈൻമെന്റ് തൂറിയെന്നോ? ആര് എന്ത് കൺസൈൻമെന്റ്? അവൻ പോയില്ലേ? നമുക്കൊരു എടാ ഇത് എത്ര വണ്ടിയാടാ ഇതിന്റെ ഈ ടാക്സിക്കാരെല്ലാം അടിച്ചു ഓടിക്കടാ. വേണ്ട ചുമ്മാ അടിക്കില്ല സസ്പെൻഷൻ ആണ്, ഗ്യാങ് സസ്പെൻഷൻ ആണ്. എടാ ഒരു അടുത്തവൻ ചത്തടാ ഇവിടെ. ഇവനെ അല്ലേലും ചാവണ്ടവനാ. കമ്മീഷൻ കേക്കല കമ്പേരിയല്ല ഇருக்கு. ആ കൈസ് അത് വിട്
ഓ ഇതല്ല. എടാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാരും വന്നടാ. എടീ, വന്ന്. കമ്മീഷൻ ആരാ ഡൗൺ? അവനെ റെസ്റ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കൊന്നും ചെയ്യില്ല. നമുക്കൊരു ഫോട്ടോ എടുക്കണം. വാ എവിടെ അണ്ണൻ നിക്കാം. അണ്ണൻ നടുക്കി RP players ആ? അണ്ണാ നടുക്കി. ഞാൻ വാ ഫോട്ടോ എടുക്കുന്നേ? ഇറങ്ങിക്കടാ പട്ടാ. എന്റെ കശത്തുനിന്ന് ആരെങ്കിലും ഇതിനെ കൈയിട്ടത് എങ്ങനെയായിരുന്നടാ? കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കടാ. എല്ലാരും ഗ്യാപ്പ് മോബി കേറിക്ക് മോബി. ഇതാരാ മേളിൽ കേറിയിരിക്കുന്നത്? കുറച്ചുകൂടെ ലെഫ്റ്റോട്ടേക്ക്. അമ്പത്തൂര് നിന്റെ സാമാന്യ വേറെ സ്റ്റീവ് എന്തി അവനെ കെട്ടിപ്പിടിച്ചിരിക്കും എന്റെ തോളത്ത്. അവൻ നിന്നോട് കുഴപ്പമില്ല. നിക്ക് ഞാനൊരു പാട്ടിട്ടോട്ടെ. ഒരു മിനിറ്റ്. ഏത് പാട്ട് വേണം പറ. ഏത് പാട്ട് വേണം നിങ്ങൾ പറ. ഒരു പാട്ട് പറ ഗൈസ്. ഞാൻ ഇടാം. വെയിറ്റ് ചെയ്യും. വേറൊരു പാട്ടിട്ട് തരാമേ നിങ്ങൾക്ക്. നിങ്ങൾ ബോബിന്റെ പാട്ട് കേട്ടോ? ബോബിന്റെ പാട്ട് കേട്ടോ നിങ്ങളെല്ലാരും? ബോബിന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ ബോബിന്റെ പാട്ടൂടെ കേൾക്കണേ. ഇതാണ് ബോബിന്റെ പാട്ട്. ആരൊക്കെ തിരുമാറി ആഡംബരത്തിനൊക്കെ ആളൊഴിഞ്ഞ പൂരം മതി. ആരംഭമതു മതി നിനക്കുള്ള കുറി റെഡി. പണ്ടാരോ പറഞ്ഞ പോലെ അടിക്കുന്ന തിരിച്ചടി. അത് കേട്ടത് അമ്പത്തൂര് ആവണം. പിടിക്കണ പരലിനെ കണ്ടോ നിന്റെ പണക്കനും പഴത്തോലിയും പൊരിയും തമ്മിൽ തിരിച്ചറിയുന്നു. നരങ്ങാടി യൂണിറ്റ് ക്യാമറ ടു ടേക്ക് ഫോട്ടോ എന്ന് കാണിക്കുക. ഞാൻ പള്ളി പോകണ നേരം പാട്ടവനിപ്പഴിച്ചെറുമുട്ട. എന്റെ കണ്ണിലിട്ടൊരു കട്ടൻ ചായയിൽ ഉപ്പും കൂട്ടി തട്ട. ഞാൻ പാട്ടുകൊണ്ട് പടപൊരുതും എന്റെ വാക്ക് തന്നെ വഴി എഴുതും. ഞാൻ പാട്ടുകൊണ്ട് പടപൊരുതും എന്റെ വാക്ക് തന്നെ വഴി എഴുതും. മൈക്കോണെന്നോ? മൈക്കോണാണ്. മുഖം ഒരേ എടാ എനിക്ക് ക്യാമറ ഇല്ലെന്നാ കാണിക്കണം. അതെന്താ ക്യാമറ കൊടുക്കുക? യൂണിറ്റ് ക്യാമറ ടു ടേക്ക് ഫോട്ടോസ്. അങ്ങനെ എടുത്തിട്ട് അതല്ലടാ ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളി ക്യാമറയാണോ? എന്താ ഇടണ്ടേ അപ്പൊ? ഫോട്ടോ തലനാരിഴയും വഴിയും
ഇതൊന്നും വർക്കാവില്ല, അത് ഫോട്ടോയിൽ മാത്രമേ വരുള്ളൂ നമ്മളല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു പ്രോമിസ് തന്നിരുന്നു. Keeping the promise for our audience. അടിക്കെടുത്ത് തരുമെന്ന് പറഞ്ഞു, അടിക്കെടുത്ത് തന്നെ. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസം ഞാൻ തരുമെന്ന് പറഞ്ഞ. എടാ ഒരു മിനിറ്റ് എടാ, എല്ലാവരും പോലെ ഞാൻ ടിവിയുടെ പാട്ട് കൊടുത്തിട്ടോട്ടെ. താഴെ കോള് பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன், அதை தடுக்க கூட யாரும் பத்தல. பட்ட விட்டு பண்ணுறது பட்ட கள்ளம், பட்டையில் நிறந்தது பல விதம். என்னும் தினமது கருஷிதம் தான தான சந்த வட்டம் விட்டு பிடிச்சொரு பருத்தி. ഇവിടെ ഒരു താന്ന് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ கூட்டம் அதிரடி நாட்டம் எதிரிட்ட பொம்பன் கொலவிழி கண்டாலோடும். தளவெட்டும் கூட்டம் அதிரடி நாட்டம் எதிரிட்ட பொம்பன் கொலவிழி கண்டாலோடும். സേവ് ഇത് എവിടെയാ സേവ് ആവുന്നത്? ഇത് ഫോണിൽ സേവ് ആവോ? ഫോണിൽ സേവ് ആവോ? ഇത് ഗാലറി സേവ് ആവോ? ഞാൻ ഇന്നത്തെ എടുത്ത് നോക്കുന്നില്ല. ഡിസ്കോഡിലാണല്ലേ? ഗൈസ് എല്ലാവരും വെൽ പ്ലേഡ്. താങ്ക് യു സോ മച്ച്. വെൽ ഫക്കിംഗ് പ്ലേഡ്.